ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു UPI ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാത്ത, അതായത് ചില ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്സാണ്. എന്താണ് ഗൂഗിൾ പേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാ ഐഡി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അതുവഴി മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതുവരെ നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഇൻ്റർഫേസിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പീപ്പിൾ എന്നുള്ളതിൻ്റെ താഴത്തായിട്ട് ഡൗണിലായിട്ട് ആ ഒരു ട്രാൻസാക്ഷൻസിൻ്റെ പ്രൊഫൈൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ആർക്കാണോ നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ നമുക്ക് ഇങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും എടുക്കുന്ന സമയത്തോ ഈ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏതാണോ റിമൂവ് ചെയ്യേണ്ടത്, ഹൈഡ് ചെയ്തേണ്ടത്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഹൈഡ് ഫ്രം ഹോം സ്ക്രീൻ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ ആ ഒരു പ്രൊഫൈൽ അവിടുന്ന് റിമൂവ് ആയി പോകുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് റിമൂവ് ആയി കഴിഞ്ഞാലും ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ റിമൂവ് ആയി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ഭാഗത്ത് വന്നിട്ടും നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ രണ്ട് ഇതാണ് ഞാൻ ട്രാൻസാക്ഷനാണ് ഇവിടെ റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റിങ്സ്, അതായത് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ വരിക. അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ പേഴ്സണൽ ഇൻഫോ ഉണ്ട്, നോട്ടിഫിക്കേഷൻ ആൻഡ് ഇമെയിൽസ് ഉണ്ട്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളുടെ ഡാറ്റ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എനേബിൾ ആപ്പ് ലോക്ക്. നിങ്ങൾ ചെയ്യേണ്ടത് ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒരു ബ്ലൂ ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഇങ്ങനെ റീഡയറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്ത ഇമെയിൽ ഏതാണോ ആ ഇമെയിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ മറ്റൊരു ഇമെയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എറർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ്ലി കൊടുക്കുക. ഓക്കെ, കറക്റ്റ്ലി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൊഫൈൽ എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ മാനേജ് എന്ന ബട്ടൺ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു മാനേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഈ ഒരു ഇമെയിലുമായി ലിങ്ക് ചെയ്ത് വെച്ച ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പേ ബാലൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴത്തോട്ട് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ്റെ ആ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ കാണുന്ന ആ ഒരു ഇൻറ്റു മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇവിടെ നിന്ന് മാത്രമല്ല നമ്മളെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ നിന്നും റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മളെ ചാനലിൽ മുമ്പ് ലൈവായിട്ട് ഇത് റിമൂവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. ഓക്കെ, അതിൽ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രാൻസാക്ഷൻസും ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഇതുപോലുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.